ഹായ്, എല്ലാവർക്കും നമസ്കാരം. ഇത്ര സമയം 3 മണിയായിപ്പോ. ഇത്ര സമയം ഇതിന്റെ അകത്ത് തന്നെ ആയിരുന്നു. നമ്മുടെ ജോപ്പനതാ അവൻ അവിടെ പറമ്പിൽ തെങ്ങുംകുണ്ടിൽ പോയി കിടക്കുകയായിരുന്നു. അവിടുന്ന് എടുത്തുകൊടുന്ന് നമ്മൾ സർജറി ചെയ്തില്ലേ, അവിടെ നിന്ന് എടുത്തുകൊടുന്ന് ക്ലീൻ ചെയ്ത് സ്റ്റിച്ചിന്റെ അവിടെ മണ്ണുണ്ടായിരുന്നു, ക്ലീൻ ചെയ്ത് മരുന്ന് വെച്ച് അവനൊരു ഇഞ്ചക്ഷൻ ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞ് കൂടൊക്കെ ക്ലീൻ ചെയ്ത് പിന്നെ നമ്മൾ പുതിയ ആൾ എന്ന് പറഞ്ഞില്ലേ, വണ്ടി അടിച്ചിട്ട് തലയുടെ ബാക്കിൽ മുറിവായിട്ടുണ്ടായിരുന്നു, പുഴു അടിച്ചിട്ട് പിന്നെ വണ്ടി അടിക്കും ചെയ്ത് ആളിത് ക്ലീനിങ് ഒക്കെ കഴിഞ്ഞ് ബാക്കില് മൂത്രം പോകുന്നില്ല, അപ്പിട്ടിട്ട് അങ്ങനെ നിൽക്കും. നമ്മൾ തള്ളിയിട്ട് പ്രസ് ചെയ്തിട്ട് അപ്പ് ക്ലീൻ ചെയ്ത് തുടച്ച് വൃത്തിയാക്കണം. ബാക്കിൽ മുറിവ് കംപ്ലീറ്റ് ക്ലീൻ ചെയ്ത്, പുഴുക്കളൊക്കെ ഇന്നലെ തന്നെ ചത്തിട്ടുണ്ടായിരുന്നു, അതൊക്കെ ക്ലീൻ ചെയ്ത് നല്ല മരുന്ന് വെച്ച് അപ്ലൈ ചെയ്ത് ഇപ്പൊ ആള് നല്ലൊരു റെസ്റ്റിലാണ്. എന്തായാലും ഈശ്വരന്റെ കയ്യിൽ രക്ഷപ്പെടാൻ നമുക്ക് പറയാനുണ്ട്. കാരണം ഓൾറെഡി പൈൻകോടിന്റെ അവിടെ മെയിൻ ആയിട്ട് ഇഞ്ചുറി ഉണ്ട്. അത് നമ്മൾ നാളെ ടെസ്റ്റ് ചെയ്താലേ ശരിയാവുള്ളൂ. ഇന്ന് ഹോസ്പിറ്റലിൽ പോകാൻ പറ്റിയിട്ടില്ല. ഇനി മൂത്രം പ്രസ് ചെയ്തിട്ടാണ് കളഞ്ഞിറക്കുന്നത്. അപ്പൊ അവന്റെ ഇപ്പൊ സമാധാനത്തോടെ എടുക്കുകയാണ്. ഇനി ബാക്കി നമ്മൾ നാളെ ചെക്ക് ചെയ്തിട്ട്, കാരണം മൂത്രം അങ്ങനെ പൂന്തോറും അവിടെ പൊട്ടി സൈഡിൽ ഇങ്ങനെ പൊട്ടി നമ്മൾ ഒരുപാട് തവണ എടുത്ത് ക്ലീൻ ചെയ്യണം. പൊട്ടിയിട്ട് ഇങ്ങനെ പൊട്ടാതെ പിന്നെ അവർ തരിതരിങ്ങനെ ആയിക്കൊണ്ടിരിക്കും ക്ലീൻ ചെയ്താൽ. ഇപ്പൊ വെള്ളം വീർപ്പം വലിച്ചെടുക്കുന്ന തുണിയിലാണ് അവന് കെടുത്തിയിട്ടുള്ളത്. അപ്പൊ ഞാൻ പറഞ്ഞു വന്നേ, സമയം 3 മണിയായി. നമ്മളെ ബ്ലാക്കിക്ക് മരുന്ന് വെച്ചു, പിന്നെ ശംഭുവിന് മരുന്ന് വെച്ചു, നമ്മളെ കുട്ടാപ്പി. അയ്യോ, ഒരാളും കൂടി ബാക്കിയുണ്ടല്ലോ. മാണിക്കിനെ മുറിവ് ഡ്രസ് ചെയ്യാൻ പറ്റിയിട്ടില്ല, അതിന് സമയമില്ല. ഇനി കുട്ടാപ്പിക്ക് എല്ലാവരും ഇവിടെ ഉണ്ട് കേട്ടോ. എല്ലാവരും മണ്ണ് കിടക്കുന്നവരാണ് പേൻ വരുന്നത്. ഇത് പൂത്തിരി എല്ലാവരും ഇവിടെ കിടക്കുന്നുണ്ട്. അമ്പതൊക്കെ ഇവിടെ തണുപ്പിന് വേണ്ടി കിടക്കുക. കുട്ടാപ്പിനെ എണ്ണ തേപ്പിച്ച് സെറ്റ് ചെയ്തിട്ടുണ്ട്. കുട്ടാപ്പി എവിടെയോ താഴത്ത് പോയി കിടക്കുന്നുണ്ട്. ഞാൻ ഇത്രയും പറയാൻ കാരണം ഒരുപാട് പേര് വിളിച്ചിട്ടുണ്ട്. എല്ലാവരോടും ഞാൻ വരാമെന്ന് പറഞ്ഞു, പക്ഷെ എനിക്ക് വിചാരിച്ച പോലെ വരാൻ പറ്റിയിട്ടില്ല. ഇതൊക്കെയാണ് അവസ്ഥ. ഇപ്പോഴാണ് ഞാൻ ഇതിന്റെ അകത്തുനിന്ന് പുറത്തേക്ക് ഇറങ്ങുന്നത്. ഇനി ഭക്ഷണം കഴിക്കണം. വേറെ 1-2 കേസുകൾ കൂടി ഉണ്ട് എമർജൻസി ആയിട്ടുള്ള, അവിടേക്ക് പോകണം. അപ്പൊ എന്നെ വിളിച്ചവര് വരാന്ന് പറഞ്ഞ് ഞാൻ ഏറ്റിട്ടുണ്ട്. സോറി കേട്ടോ, ഓരോ സാഹചര്യങ്ങളാണ്.